2024 1147 ദിവസത്തിലേക്ക് ഇന്ത്യൻ ട്രൂത്ത് ന്യൂസ് എത്തിയിരിക്കുന്നു. പുനരധിവാസത്തിന്റെ ഒരു വലിയ ചോദ്യചിഹ്നം അവശേഷിച്ചുകൊണ്ട് ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്ന ആയിരക്കണക്കിന് ആൾക്കാർ. വലിയൊരു പ്രകൃതി ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന് മോചിതരാകാതെ ഇരിക്കുന്ന കേരളം ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഇനി സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്താ വായനയിലേക്ക് കടക്കുകയാണ്. ഇന്ന് രണ്ടുപേരി ശ്ലോകം ചൊല്ലിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസത്തിന് തുടക്കം കുറിക്കാൻ വത്സൻ സാറിനെ ഹാർദമായി ക്ഷണിക്കാം. ശ്രീ വത്സൻ. എല്ലാവർക്കും നമസ്കാരം. ശബ്ദത്തിന് ചെറിയൊരു അടുപ്പുണ്ട്, അതുകൊണ്ട് ചെറിയ തോന്നി. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി. താങ്ക് യു വത്സൻ സാർ. ലോകം മുഴുവൻ സുഖം പകരട്ടെ. ഇനി ഈ വയനാട് പ്രദേശത്ത് സന്തോഷത്തിന്റെ കണിക എന്ന് വരും എന്നാണ്. രക്ഷിക്കാൻ ശേഷിക്കുന്നില്ല ആരും എന്ന ഒരു തലക്കെട്ടിലൊക്കെയാണ് ഇന്ന് പത്രങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ആർമിയുടെ സേവനം, സുദീർഘമായ സേവനം, വളരെ ദ്രുതഗതിയിൽ പാലം പണിയത് എല്ലാം വയനാട്ടിലെ ഈ രക്ഷാപ്രവർത്തന ഇടയ്ക്കും ആശ്വാസം തരുന്ന വാർത്തകളാണ്. നമുക്കിനി വാർത്തകളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് സുഭാഷിതം അവതരിപ്പിക്കാൻ സതീഷ് മാഷിന്റെ പഴയ അവിടുത്തെ കൂട്ടുകാരനും ഇപ്പം അധ്യാപകനും ഒക്കെ ആയ ഉണ്ണിമാഷ് ഇന്നലെ നമുക്കൊപ്പം ചേർന്നു എന്ന സന്തോഷവും വാർത്ത പങ്കിട്ടു എന്നതിൽ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് നമ്മളോട് സംസാരിച്ചത്. അവിടുത്തെ പ്രിൻസിപ്പളും നമ്മളോട് സംസാരിച്ചിരുന്നു. വാർത്തകളിലേക്ക് കടക്കാൻ സമയമായി. സതീഷ് മാഷ്, സുഭാഷിതം ആരംഭിക്കട്ടെ. താങ്ക് യു മനോജി. ഇന്ത്യൻ ട്രൂത്ത് ന്യൂസ് പേപ്പർ ടുഡേ ദിനപത്രങ്ങളിലൂടെ 1147 വാർത്താ പ്രഭാതത്തിൽ എത്തിച്ചേർന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇന്നത്തെ ദിനം ധന്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു സുഭാഷിതത്തിലേക്ക് കടക്കാം. ഇന്ന് കൊല്ലവർഷം 1199 കർക്കിടകം 18, 946 ശ്രാവണം 11, 2024 ഓഗസ്റ്റ് 2 വെള്ളിയാഴ്ച സുദിനം. ഇന്ന് ഈ വർഷത്തെ 215 ദിനമാണ്. മാത്രവുമല്ല, ഇന്ന് മള്ളിയൂരിൻ്റെ ഭാഗവതാചാര്യനായ മള്ളിയൂർ അദ്ദേഹത്തിൻ്റെ സമാധി ദിനം കൂടിയാണ്. നമുക്ക് ഒരു സുഭാഷിതത്തിലേക്ക് കടക്കാം. മധ്വിവ മന്യതേ ബാലോ യാവത് പാപം ന പച്യതേ യഥാ ച പച്യതേ പാപം ദുഃഖം ചാഥ നിഗച്ഛതി. മധ്യുവ മന്യതേ ബാലോ യാവത് പാപം ന പച്യതേ. പാപം പൂർണ്ണഫലത്തിലെത്തുന്നതുവരെ ആ പാപവൃത്തി മധുരമായി തോന്നുന്നു. നാം ഓരോ ദിവസവും നിരവധി പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ഇതിൽ ചിലതെല്ലാം പാപപൂർണമാണ്, അല്ലെങ്കിൽ പാപപങ്കിലമാണ്. ഈ പാപം പൂർണ്ണഫലത്തിലെത്തുന്നതുവരെ നാം ചെയ്ത ആ പ്രവൃത്തി മധുരതരമായി നമുക്ക് തോന്നാം. എന്നാൽ യഥാച പച്യതേ പാപം ദുഃഖം ചാഥ നിഗച്ഛതി.
എന്നാൽ അത് പൂർണ്ണമായി ഫലപ്രാപ്തിയിൽ എത്തിയ ശേഷം മനുഷ്യൻ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അത് നല്ലതാണെങ്കിൽ അതിൻ്റെ ഗുണഫലങ്ങൾ, മോശമാണെങ്കിൽ അതിൻ്റെ തിക്തഫലങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുമെന്നാണ്. എൻ്റെ DP-യിലുള്ള ഗാഡ്ഗിലിൻ്റെ ചിത്രം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യം, അതിനൊക്കെ വീഡിയോ ഇപ്പോൾ വൈറലായിട്ട് വരുന്നുണ്ട്. മരിച്ചുപോയ തോമസ് സാറ് പറഞ്ഞ കാര്യം, ഇതൊക്കെ മനുഷ്യൻ്റെ തന്നെ കടന്നുകയറ്റത്തിൻ്റെ പരിണിത ഫലങ്ങളാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തീർത്ത് പറയാൻ പറ്റില്ല. എന്തായാലും മനുഷ്യൻ്റെ കടന്നുകയറ്റത്തിന് അതിൻ്റേതായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തിക്തഫലങ്ങൾ നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏതായാലും നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല ഫലങ്ങൾ അനുഭവിക്കാനുമുള്ള ഭാഗ്യം ഈ കേൾക്കുന്ന നമ്മുടെ റൂമിലിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മധ്യമന്യതേ ബാലോ യാവത് പാപം ന പശ്യതേ യഥാച പച്യതേ പാപം ദുഃഖം ചാഥ നികച്ചതി. എല്ലാവർക്കും ഇന്നത്തെ ദിനത്തിൻ്റെ ശുഭദിനങ്ങൾ നേർന്നുകൊണ്ട് കൂടുതൽ ദുഃഖകരമല്ലാത്ത വാർത്തകൾ നമ്മൾക്ക് ശ്രവിക്കാൻ ഇടവരട്ടെ, അതിനുള്ളൊരു ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ശുഭദിനം നേർന്നുകൊണ്ട് ബാക്ക് ഓവർ ടു മോഡറേറ്റേഴ്സ്. താങ്ക് യു സതീഷ് മാഷ്. ഇനി സൂചന വാർത്തകളിലേക്കാണ്. ഇന്നത്തെ വാർത്തകളുടെ സൂചന എല്ലാം വയനാടുമായി ബന്ധപ്പെട്ടത് തന്നെ ആയിരിക്കും. ഒപ്പം സന്തോഷത്തിന്റെ വാർത്തകളും അദ്ദേഹം പങ്കുവെക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് നമുക്ക്. 3ാമത്തെ വെങ്കലം ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നു എന്നൊരു സന്തോഷം ഇന്ത്യക്കാർക്കുണ്ട്. ഒപ്പം ശാസ്ത്രജ്ഞന്മാർക്ക് വിലക്ക് തുടങ്ങിയ തലക്കെട്ടുകളുണ്ട്. ആ വിശദ വാർത്തകളിലേക്ക് കടക്കാം. സൂചന വാർത്തകൾക്കായി ദീപിക പത്രത്തിന്റെ സൂചന വാർത്തകൾക്കായി PJ ക്ഷണിക്കുന്നു. താങ്ക് യു മനോജ്. ന്യൂസ് പേപ്പർ ടുഡേ ദിനപത്രങ്ങളിലൂടെയുള്ള പ്രഭാത വാർത്താ വായനാ സഞ്ചാരം 1147 ദിനത്തിൽ സമാരംഭിക്കുന്നു. സൂചനാ വാർത്തകളുടെ ശബ്ദ സാന്നിധ്യമായി ഞാൻ PJ നിങ്ങളോടൊപ്പം. വനത്തിനുള്ളിൽ കുടുങ്ങിയ അച്ഛനെയും 3 മക്കളെയും ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ അടിവാരത്തിൽ വനത്തിനുള്ളിൽ കുടുങ്ങിയ ഏറക്കുണ്ട് കോളനിയിലെ കൃഷ്ണനും മക്കളെയുമാണ് രക്ഷപ്പെടുത്തിയത്. ഭക്ഷണമില്ലാതെ 2 ദിവസം വനത്തിനുള്ളിൽ കഴിഞ്ഞു ഇവർ. 8 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് ഇവരെ രക്ഷിച്ചത്. ആദിവാസി കോളനിയിൽ ചിലർ പെട്ടിട്ടുണ്ടെന്നറിഞ്ഞാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കോളനിയിലേക്ക് ഇറങ്ങിയത്. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴയിൽ 32 പേർക്ക് ജീവൻ നഷ്ടമായി. ഉത്തരാഖണ്ഡിൽ മാത്രമായി 12 പേർ മരണപ്പെട്ടു. മഴക്കെടുതി തുടരുന്നതിനാൽ കേദാർനാഥിലേക്കുള്ള യാത്ര താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസ് അന്വേഷിക്കുന്ന CBI ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. AI ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കേസ് അന്വേഷിക്കുന്നതെന്ന് CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. തെക്കൻ ലെബനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഡസൻ കണക്കിന് റോക്കറ്റുകൾ വടക്കൻ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചതായി ഹിസ്ബുള്ള അറിയിച്ചു. പാലക്കാട് ബൈക്കിലെത്തി മാല കവരുന്ന അന്തർ സംസ്ഥാന മോഷ്ടാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജൂൺ 29-ന് ഇലിപ്പുള്ളി നോമ്പിക്കോട് ഭാഗത്ത് സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന യുവതിയെ പിന്തുടർന്ന് ബൈക്കിലെത്തി മാല കവർന്ന കേസിലാണ് 2 യുവാക്കൾ അറസ്റ്റിലായത്. ഗവർണർമാരുടെ 2 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, വിവിധ കേന്ദ്രമന്ത്രിമാർ, നീതി ആയോഗ് പ്രതിനിധികൾ തുടങ്ങിയ മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്ന് ഊർജിതമാക്കും. ചാലിയാർ പുഴയുടെ 40 കിലോമീറ്ററിലെ 8 പോലീസ് സ്റ്റേഷൻ അതിർത്തികളിൽ ഇന്ന് പരിശോധന നടത്തുമെന്ന് മന്ത്രിതല ഉപസമിതി അറിയിച്ചു. പോലീസും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാകും ചാലിയാറിന്റെ തീരങ്ങളിൽ തിരച്ചിൽ നടത്തുക. കോസ്റ്റ് ഗാർഡ്, ഫോറസ്റ്റ്, നേവി ടീമുകളും ഇവിടെ തിരച്ചിൽ നടത്തും. മുണ്ടക്കൈ, ഉരുൾമല മേഖലയിൽ ഇന്നു മുതൽ 6 സോണുകളായി തിരിച്ച് 40 ടീമുകളാകും സെർച്ചിലിന് രംഗത്തുണ്ടാകുക. അട്ടമലയും ആറന്മലയും ചേർന്നതാണ് ആദ്യത്തെ സോൺ. മുണ്ടക്കൈ 2ാമത്തെ സോണും
പുഞ്ചിരിമട്ടം മൂന്നാമത്തേതും വെള്ളാർമല വില്ലേജ് റോഡ് നാലാമത്തേതും GVHS വെള്ളാർമല അഞ്ചാമത്തെ സോണും പുഴയുടെ അടിവാരം ആറാമത്തെ സോണുമാണെന്ന് മന്ത്രിതല സമിതി വ്യക്തമാക്കി. സ്കൂളുകളിൽ ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കുന്നത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. വിദ്യാഭ്യാസ കലണ്ടർ 220 വർദ്ധിപ്പിച്ച പുതിയ വിദ്യാഭ്യാസ കലണ്ടർ സംബന്ധിച്ച് സർക്കാർ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുതെന്ന് സമൂഹ മാധ്യമങ്ങളുടെ പ്രചരിപ്പിച്ച ശ്രീജിത്ത് പന്തളത്തിനെതിരെ കേസെടുത്തു. വ്യാപക അഴിമതിയാണ് ദുരിതാശ്വാസ നിധിയിൽ നടക്കുന്നതെന്നാണ് ശ്രീജിത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. കൂട്ടുകാരുടെ കളിക്കുന്നതിന് ഇടെ ഗേറ്റ് ഇടിഞ്ഞ് ദേഹത്തേക്ക് വീണ് 3 വയസ്സുകാരി മരിച്ചു. പൂനെയിലെ പിംച്രി ചിഞ്ചാടിലായിരുന്നു സംഭവം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ ശാസ്ത്രജ്ഞർക്ക് വിലക്ക് ഏർപ്പെടുത്തിയ സർക്കുലർ പിൻവലിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സർക്കുലർ പിൻവലിച്ചത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ചോർച്ചയിൽ സ്പീക്കർ വിശദീകരണം തേടി. മന്ദിരം രൂപകൽപ്പന ചെയ്ത ബിമൽ പട്ടേലിനോടാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള വിശദീകരണം തേടിയത്. ഡൽഹിയിൽ നിന്ന് ഇസ്രയേലിലെ ടെൽ അവീവിലേക്കും തിരിച്ച് ടെൽ അവീവിൽ നിന്ന് ഡൽഹിയിലേക്കുമുള്ള വിമാനങ്ങൾ റദ്ദാക്കി എയർ ഇന്ത്യ. ഡൽഹിയിൽ നിന്നും ടെൽ അവീവിലേക്കുള്ള AI 139 വിമാനവും ടെൽ അവീവിൽ നിന്ന് തിരിച്ച് ഡൽഹിയിലേക്കുള്ള AI 140 എന്ന വിമാനമാണ് വ്യാഴാഴ്ച റദ്ദാക്കി. സാങ്കേതിക കാരണങ്ങളാണ് വിമാനം റദ്ദാക്കാൻ കാരണമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. വളയം മലയോര മേഖലകളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നു. മഴ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് നടപടി. കുറ്റ്യാടിക്ക് സമീപ പ്രദേശമായ വളയം, ചെക്യാട് ഗ്രാമപഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന അഭയഗിരി, കണ്ടിവാതുക്കൽ, ആയോട് മേഖലയിലെ ആളുകളെയാണ് മാറ്റുന്നത്. മുഴുവൻ കുടുംബങ്ങളെയും ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് എത്തിക്കുന്നത്. പ്രദേശത്ത് ഇതിനായി 2 ക്യാമ്പുകൾ ആരംഭിച്ചു. പൂവംവയൽ LP സ്കൂൾ, കുറുവന്തേരി UP സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. 2024 ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ 3ാം മെഡൽ ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ മനു ഭാക്കർ ഇന്ന് മത്സരത്തിന് ഇറങ്ങും. വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ ഷൂട്ടിങ്ങിന്റെ ക്വാളിഫിക്കേഷൻ റൗണ്ടിലാണ് ഇന്ത്യൻ താരം ഇറങ്ങുന്നത്. ഒളിമ്പിക്സ് ബാഡ്മിന്റണിൽ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായിരുന്ന PV സിന്ധു പുറത്ത്. ചൈനീസ് താരം ഹെ ബീജിംഗ് ജിവായോടെയാണ് പ്രീ ക്വാർട്ടറിൽ സിന്ധു തോറ്റ് പുറത്തായത്. വയനാട് ജില്ലയിലും നിലമ്പൂർ താലൂക്കിലും 3 ദിവസത്തേക്ക് പരിധിയില്ലാത്ത കോളുകളും ഡേറ്റയും സൗജന്യമായി നൽകി BSNL. ഇതിനോടൊപ്പം 100 SMS പ്രതിദിനം സൗജന്യമായിരിക്കും. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതത്തിൽ അനുശോചനം രേഖപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഇന്ത്യയിലെ കേരള സംസ്ഥാനത്തുണ്ടായ മാരകമായ ഉരുൾപൊട്ടലിൽ നാശനഷ്ടമുണ്ടായ എല്ലാവരോടും ജില്ലയിലും ഞാനും ഞങ്ങളുടെ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. US പ്രസിഡന്റ് പ്രസ്താവന വന്നിരിക്കുന്നു. ഓറഞ്ച് അലർട്ട് ലഭിക്കുമ്പോൾ തന്നെ മുന്നൊരുക്കം നടത്തണമെന്നും റെഡ് അലർട്ടിനായി കാത്തിരിക്കേണ്ടതില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മേധാവി മൃത്യുഞ്ജയ് മോഹ്പത്ര. വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിലാണ് മേധാവിയുടെ വിശദീകരണം. ഓറഞ്ച് അലർട്ട് എന്നാൽ നടപടികൾക്ക് തയ്യാറാകുക എന്നാണ് അർത്ഥമാക്കുന്നതെന്നും റെഡ് അലർട്ടിനായി കാത്തിരിക്കേണ്ടതില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. സമാനമായ മുന്നറിയിപ്പാണ് ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും നൽകിയിരുന്നതെന്നും മൃത്യുഞ്ജയ് മോഹ്പത്ര വ്യക്തമാക്കി. കൂവളത്തിന്റെ ഇല പറിക്കുന്നതിനിടെ വയോധിക കടന്നൽ കുത്തേറ്റ് മരിച്ചു. കോവളത്തിനടുത്ത് പടിഞ്ഞാറെ പൂക്കുളം വിജയ നിവാസിൽ T ശ്യാമള 74 മരണപ്പെട്ടത്. ശരീരം മാസകലം കടന്നലുകളുടെ കുത്തേറ്റ നിലയിലായിരുന്നു ഇവർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന അഭ്യർത്ഥനയ്ക്കെതിരെ പ്രചരണം നടത്തിയ സംസ്ഥാന വ്യാപകമായി 14 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇത്തരത്തിൽ പ്രചരണം നടത്തിയ 194 പോസ്റ്ററുകൾ സാമൂഹ്യ മാധ്യമങ്ങൾ കണ്ടെത്തുകയും അവ നീക്കം ചെയ്തതിന് അതത് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് നിയമപ്രകാരമുള്ള നോട്ടീസ് നൽകുകയും ചെയ്തതായി പോലീസ് അറിയിച്ചു. വയനാട് ദുരന്തത്തിൽ 100 കണക്കിന് ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ടെന്നിരിക്കെ ഷിരൂരിൽ രക്ഷാപ്രവർത്തനം ഉപയോഗിച്ച് ഡ്രോൺ എത്തിക്കും. മണ്ണിനടിയിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്താൻ ഈ ഡ്രോണിന് സാധിക്കും. ഈ ഡ്രോൺ ഉൾപ്പെടെ സാങ്കേതിക വിദ്യകൾ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമാണെന്ന് അധികൃതർ പറയുന്നു. വയനാട്ടിൽ മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്ത് തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടൽ മരിച്ചവരുടെ എണ്ണം ഔദ്യോഗിക കണക്കനുസരിച്ച് 289 മുണ്ടക്കൈയിലും ചൂരൽമലയിലുമായി 240 പേരെയാണ് കണ്ടെത്താനുള്ളത്. കാണാതായവരിൽ 29 കുട്ടികൾ ഉൾപ്പെടും. മലവെള്ളപ്പാച്ചിൽ തകർത്ത മുണ്ടക്കൈയിൽ ജീവനോടെ ആരുമില്ലെന്ന് സൈന്യം വ്യക്തമാക്കി. ഇതോടുകൂടി ഇന്ന് പ്രഭാതത്തിലെ സൂചനാ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.
ഓവർ ടു യു മനോജ്. താങ്ക് യു വിജയ സാർ. സൂചന വാർത്തകളാണ്. ഒട്ടനവധി വാർത്തകൾ, രോഗ നേതാക്കളുടെ വാക്കുകളൊക്കെ അദ്ദേഹം ദീപിക അധിഷ്ഠിതമാക്കി നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു. ഇനി നമുക്ക് പോകാനുള്ളത് ഇന്നത്തെ ആദ്യ പത്രം വിശദമായ വായനയ്ക്കാണ്. മലയാള മനോരമയുടെ വായനയുമായി മനോജ് കുമാർ KP നമുക്കൊപ്പം ചേരുന്നു, കണ്ണൂരിൽ നിന്ന്. ഓക്കെ, താങ്ക് യു മനോജേട്ടാ. എല്ലാവർക്കും സുപ്രഭാതം നേരുന്നു. ഇന്ന് ഓഗസ്റ്റ് 2, 2024 വെള്ളി, 1799 കർക്കിടകം 18 കുറെ കാലത്തിന് ശേഷം ഈ രാമായണം വായിക്കുന്ന സമയത്ത് 16-ാം നാളും കോളും എന്ന് പറയാറുണ്ട് നമ്മുടെ നാട്ടില്. ബാലിനെ കൊല്ലുന്ന ദിവസം രാമായണം വായിച്ചിട്ട് അന്നത്തെ ദിവസമാണ് ബാലിവധം നടക്കുന്നത്. അന്ന് ഭയങ്കര മഴയായിരിക്കുമെന്ന് പറയാറുണ്ട്. കുറച്ചു കാലമായിട്ട് അത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം 16-ാം നാളും കോളും ശരിക്കും സംഭവിച്ചു. പെരുമഴയായി. ഉരുൾ കടപുഴക്കി എടുത്ത മണ്ണിൽ മറഞ്ഞു പോയവർക്ക് കേരളത്തിന്റെ പ്രണാമം. ഇനി നമ്മൾ പണി തീർക്കേണ്ടത് ജീവിതത്തിലേക്കുള്ള പാലമാണ്. ആ ശ്രമങ്ങളിൽ വയനാടിനൊപ്പം നിൽക്കാം നമുക്കെല്ലാം. ആ ടൗണിലേക്കുള്ള ഒരു മിലിറ്ററി തീർത്ത പാലമൊക്കെ കാണിച്ചിട്ടുള്ള ഫോട്ടോ ഉണ്ട്. മൺമറയിൽ 466 മനുഷ്യർ, 189 മരണം സ്ഥിരീകരിച്ചു. കാണാതായവർ 277. ക്യാമ്പുകളിൽ ആശ്വാസവുമായി മുഖ്യമന്ത്രി രാഹുൽ, പ്രിയങ്ക. ബെയിലി പാലം സജ്ജം, ഇന്നും ഊർജിത തിരച്ചിൽ. ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഇനി ആരും ജീവനോടെ കുടുങ്ങിക്കിടപ്പുണ്ടാകാൻ സാധ്യതയില്ലെന്ന് സൈന്യത്തിന്റെ വിലയിരുത്തൽ. കൽപ്പറ്റയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത അവലോകന യോഗത്തിൽ മേജർ ജനറൽ VT മാത്യു ഇക്കാര്യം അറിയിച്ചു. 189 പേരുടെ മരണമാണ് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ 279 മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു. 277 പേരെ കാണാനില്ല. മരിച്ചവരിൽ 76 സ്ത്രീകളും 85 പുരുഷന്മാരും 27 കുട്ടികളും ഉൾപ്പെടുന്നു. ഒരു മൃതദേഹം പുരുഷന്റേതോ സ്ത്രീയുടേതോ എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. കാണാതായവരിൽ 29 പേർ കുട്ടികളാണ്. ഇന്നലെ വരെ 107 മൃതദേഹങ്ങൾ മാത്രമേ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞുള്ളൂ. മലപ്പുറം പോത്തുകല്ലിൽ നിന്ന് ലഭിച്ച 153 മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുവന്നു. ഇതിൽ 23 സ്ത്രീകളും 32 പുരുഷന്മാരും 2 ആൺകുട്ടികളുമാണുള്ളത്. ശേഷിക്കുന്ന 96 എണ്ണം ശരീരഭാഗങ്ങളാണ്. അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾ പ്രോട്ടോകോൾ പ്രകാരം സംസ്കരിക്കും. പരിക്കുകളോടെ 96 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ദുരന്ത മേഖലയിൽ 9 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2328 പേരുണ്ട്. ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ കൂടുതൽ മണ്ണുമാതിരി യന്ത്രങ്ങളും രക്ഷാപ്രവർത്തന ഉപകരണങ്ങളും മുണ്ടക്കൈയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്നും തിരച്ചിൽ ഊർജിതമായി തുടരും. മുഖ്യമന്ത്രി പിണറായി വിജയനും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും ഇന്നലെ ദുരന്തഭൂമിയിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും സന്ദർശനം നടത്തി. തുടർ പ്രവർത്തനങ്ങൾക്ക് മന്ത്രിസഭാ ഉപസമിതി. കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ നടപടി. തുടർന്നുള്ള രക്ഷാദൗത്യത്തിന്റെയും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും 4-അംഗ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. മന്ത്രിമാരായ K രാജൻ, AK ശശീന്ദ്രൻ, PA മുഹമ്മദ് റിയാസ്, OR കേളു എന്നിവർ അടങ്ങിയതാണ് ഉപസമിതി. ശ്രീരാം സാംബശിവ റാവു, ഡോക്ടർ A കൗശികൻ എന്നിവർ സ്പെഷ്യൽ ഓഫീസർമാരായി പ്രവർത്തിക്കും. കടുത്ത മാനസികാഘാതമേറ്റവർക്ക് കൗൺസിലിംഗ് നൽകും. ദുരന്ത മേഖലയിൽ അകപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനത്തിന് തടസ്സമുണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കുരുന്നു വീര്യം. ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട 40 ദിവസം മാത്രം പ്രായമുള്ള സഹോദരി ഇനാറയെ ചേർത്ത് പിടിക്കുന്ന 6 വയസ്സുകാരൻ ഹയാൻ. തൊട്ടടുത്ത വീട്ടിലെ കിണറിന്റെ കമ്പിയിൽ 1 മണിക്കൂറോളം തൂങ്ങിക്കിടന്ന അയാനെ നാട്ടുകാരിലൊരാൾ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അവരുടെ ഫോട്ടോ കൂടി കൊടുത്തിട്ടുണ്ട്. ഉരുൾ വിഴുങ്ങിയത്. ദുരന്തം തകർത്തത് മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളെ. 6750 പേർ. ദുരന്ത മേഖലയിലെ ആകെ ജനസംഖ്യ 6750. ഇനിയും ക്യാമ്പുകളിൽ എത്താത്തവർ 750 പേരുണ്ട് എന്നാണ് പറയുന്നത്. മുണ്ടക്കൈ വാർഡിൽ ആകെയുള്ളത് 1750 പേർ. ക്യാമ്പിലുള്ളത് 500 പേർ മാത്രം. നശിച്ചത് 540 വീട്. ഇനിയുള്ളത് 21 വീട് മാത്രം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് 65 പേർ ഇവിടെ ഉണ്ടായിരുന്നു. 35 പേർ മാത്രമേ ക്യാമ്പിൽ എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർ എവിടെയെന്നൊരു വലിയ ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. ചൂരൽമല വാർഡ് ആകെ 3000 പേർ. നശിച്ചത് 600 വീടുകൾ. കാണാതായത് 135 പേര്. അട്ടമല വാർഡിൽ ആകെ 2500 ആളുകളാണുള്ളത്. നശിച്ചത് 68 വീടുകളാണ്. കാണാതായത് 12 പേരാണ്.
348 കെട്ടിടം. ഉരുൾപൊട്ടൽ ബാധിച്ചത് വീടുകൾ ഉൾപ്പെടെ 348 കെട്ടിടങ്ങളെ. വീടുകളും സ്ഥാപനങ്ങളും കൂടാതെ നശിച്ചത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന 30 പാടികൾ. 3700 ഏക്കർ കൃഷിയിടം ഒലിച്ചുപോയി. 850 കർഷകരുടെ വസ്തുവകൾ നശിച്ചു. 21.11 കോടി 1546 ഏക്കറിലായി 1285 കർഷകരുടെ കൃഷി നശിച്ചു. കൃഷിമേഖലയിലെ ആകെ നഷ്ടം 21.11 കോടി. ചൂരൽമലയിലെ ക്ഷീര കർഷകർ 40, മരിച്ച ക്ഷീര കർഷകർ 14. അവലംബം കൃഷി വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ക്ഷീരവികസന വകുപ്പ്. വയനാട് അതിതീവ്ര മഴ, ഉരുൾപൊട്ടൽ ആരും പ്രവചിച്ചില്ല. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന്റെ സൂചന പോലും നൽകാൻ കഴിയാതെ കാലാവസ്ഥ ജിയോളജി വകുപ്പുകൾ. വയനാട്ടിൽ ഉരുൾപൊട്ടിയതിന്റെ തലേന്ന് ജൂലൈ 29 കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയ ഓറഞ്ച് അലർട്ടിന്റെ അർത്ഥം കരുതിയിരിക്കുക എന്നാണെന്ന് IMD മേധാവി മൃത്യുഞ്ജയ് മൊഹാപത്ര വ്യക്തമാക്കി. അതേസമയം റെഡ് അലർട്ട് നൽകിയത് 30 അതിരാവിലെയാണെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു. ഉരുൾപൊട്ടൽ കഴിഞ്ഞാണ് റെഡ് അലർട്ട് ലഭിച്ചതെന്ന് ചുരുക്കം. അർദ്ധരാത്രി 12:45-നും 4:10-നും ഇടയിലായിരുന്നു 2 ഉരുൾപൊട്ടലുകൾ. ദുരന്തത്തിന് മുമ്പ് ഒരു തവണ പോലും റെഡ് അലർട്ട് നൽകിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാദത്തെ ശരിവെക്കുന്നതാണ് IMD മേധാവിയുടെ മറുപടി. ജൂലൈ 24 എക്സ്റ്റൻഡഡ് റേഞ്ച് ഫോർകാസ്റ്റ് അനുസരിച്ച് പടിഞ്ഞാറൻ തീരമേഖലയിൽ 25 മുതൽ ഓഗസ്റ്റ് 1 വരെ നല്ല മഴ ലഭിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. 25 മുതൽ 28 വരെ വയനാട്ടിലെ യെല്ലോ അലർട്ടാണ് നൽകിയത്. 29-ന് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി. റെഡ് അലർട്ട് വരെ കാത്തിരിക്കേണ്ട കാര്യമില്ലെന്നും ഓറഞ്ച് അലർട്ട് എന്നാൽ കരുതിയിരിക്കുക എന്നാണ് അർത്ഥമെന്നും മൃത്യുഞ്ജയ് മൊഹാപത്ര പറഞ്ഞു. 20 സെന്റിമീറ്റർ മഴ ഉണ്ടാകുമെന്നായിരുന്നു IMD പ്രവചനം. എന്നാൽ 37.2 സെന്റിമീറ്റർ വരെയാണ് പെയ്തത്. ഉരുൾ സാധ്യത ഇല്ലെന്ന് മുന്നറിയിപ്പ്. വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലിന് കാരണമായ അതിതീവ്ര മഴ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മാത്രമല്ല ജിയോളജി വകുപ്പും പ്രവചിച്ചിരുന്നില്ല. വയനാട്ടിൽ കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനത്തിൽ നിന്ന് 29-ന് ഉച്ചയ്ക്ക് 2-ന് പുറത്തുവന്ന റെയിൻഫോൾ ഇൻഡ്യൂസ്ഡ് ലാൻഡ് സ്ലൈഡ് ഫോർകാസ്റ്റ് ബുള്ളറ്റിൻ പ്രകാരം 29-30 തീയതികളിൽ വയനാട് ജില്ലക്ക് ഉരുൾപൊട്ടൽ സാധ്യത തീരെയില്ലെന്നാണ് ഇല്ലാത്ത ഗ്രീൻ അലേർട്ടാണ് നൽകിയത്. പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച പ്രോട്ടോകോൾ പ്രകാരം സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ടത് കേന്ദ്ര ഏജൻസികളാണ്. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് 25-ന് തന്നെ നൽകിയെന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ രാജ്യസഭയെ അറിയിച്ചത്. അതിതീവ്ര മഴ കാരണം കൂറ്റൻ കൂമ്പാരമേഘം. കേരളത്തിൽ തുടർച്ചയായി അതിതീവ്ര മഴയ്ക്ക് കാരണമാകുന്നത് കൂറ്റൻ കൂമ്പാരമേഘങ്ങൾ. 1 മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് 2 എവറസ്റ്റ് കൊടുമുടിക്കുമേൽ നിൽക്കുന്നത്ര ഉയരത്തിൽ കൂമ്പാരമേഘം രൂപപ്പെടുന്നതിനാൽ കാലാവസ്ഥാ പ്രവചനവും മുന്നറിയിപ്പും പാളുന്നു. മേഘപാളികൾ ഒന്നിനുമേലെ ഒന്നായി 14 മുതൽ 20 കിലോമീറ്റർ വരെ ഉയരത്തിൽ രൂപപ്പെടുന്നതിനെയാണ് കൂമ്പാരമേഘം എന്ന് പറയുന്നത്. ക്യുമുലോനിംബസ് മേഘം എന്ന് പറയുന്നത്. വയനാട് ദുരന്തത്തിന് കാരണമായതും ദിവസങ്ങളോളം ഒരേ പ്രദേശത്ത് രൂപപ്പെട്ട് അതിതീവ്ര മഴ പെയ്യിച്ച കൂമ്പാരമേഘങ്ങളാണ്. നഷ്ടം വിതക്കുന്ന ലഘു മേഘ വിസ്ഫോടനങ്ങൾക്കും മിന്നൽ ചുഴലികൾക്കും കൂമ്പാരമേഘം കാരണമാകാം. മൺസൂണിൽ 10,000 ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തൃതിയിൽ മഴ പെയ്യുന്ന മേഘപടലങ്ങളും രൂപപ്പെടുന്നു. അറബിക്കടലിലെ ചൂട് കൂടുന്നതാണ് കേരളത്തിൽ കൂമ്പാരമേഘങ്ങളുടെ സാന്നിധ്യം കൂടാൻ കാരണമെന്ന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ റഡാർ ഗവേഷണ കേന്ദ്രം സയന്റിസ്റ്റ് ഡോക്ടർ MG മനോജ് പറഞ്ഞു. ശരീരഭാഗങ്ങളുടെ DNA പരിശോധിക്കാൻ പ്രത്യേക സംഘം. വയനാട്ടിലെ ദുരന്ത സ്ഥലത്ത് നിന്നും ചാലിയാറിൽ നിന്നും കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ DNA പരിശോധിച്ച് ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചു. കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള 100-ലേറെ പോലീസ് ഉദ്യോഗസ്ഥരും രാസപരിശോധനാ വിദഗ്ധരുമാണ് സംഘത്തിലുള്ളത്. കൽപ്പറ്റ DYSP P ബിജുരാജിന്റെ നേതൃത്വത്തിൽ വിവിധ ആശുപത്രികൾ, ഹെൽത്ത് സെന്ററുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പരിശോധന. 79 ശരീരഭാഗങ്ങളാണ് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിലുള്ളത്. അവയവങ്ങളുടെ ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം DNA പരിശോധിച്ച് റിപ്പോർട്ട് രേഖപ്പെടുത്തും. കാണാതായതെന്ന് കരുതുന്നവരുടെ അടുത്ത ബന്ധുവിന്റെ DNA പരിശോധിക്കുന്നതാണ് തുടർന്നുള്ള നടപടി. സാമ്യം കണ്ടെത്തുന്നവ വിട്ടുകൊടുക്കും. ദുരന്തഭൂമിയിൽ ആശ്വാസമായി മനോരമ ബേബി മെമ്മോറിയൽ വൈദ്യസംഘം. താങ്ക് യു മനോജ് കുമാർ KP. മലയാള മനോരമയുടെ വിശദ വാർത്തകളാണ് അദ്ദേഹം നമുക്ക് വേണ്ടി ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ വാർത്തയിൽ പുതിയതല്ലെങ്കിലും ഇന്ന് ഉയർന്നു വന്ന ഒരു വാക്ക് കൂമ്പാര മേഘങ്ങൾ എന്നുള്ളതാണ്. നമ്മൾ മേഘ വിസ്ഫോടനത്തിന് കാരണമാകുന്ന മേഘങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അടിക്കടിയായി അടക്കി വെച്ച പോലെയുള്ള മേഘങ്ങൾക്കാണ് സാധാരണഗതിയിൽ കുമുലോ നിംബസ് ക്ലൗഡ്സ് എന്നോ തണ്ടർ ക്ലൗഡ്സ് എന്നോ പറയുന്നത്. ഈ മഴ
പ്രവചനാതീതമാണെന്ന് ആണ് വാർത്തയിൽ അദ്ദേഹം വായിച്ചത്. ശാസ്ത്രജ്ഞന്മാർക്ക് പോലും തെറ്റുപറ്റി പോകാവുന്ന കാര്യങ്ങൾ ഇത്തരം മഴയിലുണ്ട് എന്നും ഇടിയും മിന്നലും ഒപ്പം അലിപ്പഴം പൊഴിക്കലൊക്കെ ഇത്തരം കൂമ്പാരമേഘങ്ങൾക്ക് മഴയ്ക്ക് കാരണമാകുമ്പോൾ ഉണ്ടാവുന്നതാണ്. ചൂരൽമലയിൽ വെള്ളാമല VMHSS തകർത്ത് മുണ്ടക്കൈ എന്ന ഗ്രാമത്തിനെ പൂർണ്ണമായി തുടച്ചു നീക്കിയ വയനാട്ടിലെ ദുരന്തത്തിന്റെ ഒരു കാരണം ഒരുപക്ഷെ ഇതാകാം എന്നാണ്. എന്തായാലും ശാസ്ത്രജ്ഞന്മാരെ വിലക്കി എന്നൊരു വിവരവും ഇതിനെക്കുറിച്ച് പുറത്തു കൊടുക്കരുത് ശാസ്ത്രജ്ഞന്മാർ എന്നുള്ള ഒരു വിവരം, നിർദ്ദേശം വിവാദമായിരുന്നു. അത് പിൻവലിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു എന്നും അവസാനമായിട്ട് അറിയുന്നു. എന്തായാലും മരണം 291 എന്നാണ് ഏറ്റവും അവസാനമായിട്ട് കണ്ടത്. അതിനേക്കാൾ കൂടുതലൊക്കെ ഇനിയിപ്പോൾ വരുന്ന വാർത്തകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വാർത്താ വായനക്കാർ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും. അടിക്കടി അപ്ഡേറ്റുമായി ഇന്ത്യൻ ട്രൂത്ത് ന്യൂസ് വാർത്താ വായനാ സംഘം നിങ്ങൾക്കൊപ്പം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്കിനി പോകാനുള്ളത് മാതൃഭൂമി ദിനപത്രത്തിലേക്കാണ്. സമയം 7 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആയപ്പോൾ മാതൃഭൂമിയുടെ വിശദ വായനയ്ക്കായി ഞാൻ സൈറാജിയെ ഹാർദമായി ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച് മനോജ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ട്രൂത്ത് ന്യൂസ് പേപ്പർ ടുഡേ ദിനപത്രങ്ങളിലൂടെയുള്ള 1147 ദിനത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സുരക്ഷിത ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ കൊച്ചിയിൽ നിന്നും മാതൃഭൂമി വാർത്തകളുമായി നിങ്ങളോടൊപ്പം ചേരുകയാണ്. ഇന്ന് ഓഗസ്റ്റ് 2 വെള്ളിയാഴ്ച, കൊല്ലവർഷം 1199, കർക്കിടക മാസം 18-ാം തീയതി. കാണുമോ ഒരു തരി ജീവൻ എന്ന ടൈറ്റിലിൽ ഹൃദയഭേദകമായ ഒരു ചിത്രം സമർപ്പിച്ചുകൊണ്ടാണ് മാതൃഭൂമിയുടെ വാർത്തകൾ ആരംഭിക്കുന്നത്. ചൂരൽമലയിൽ ഇനി ബാക്കി ഉരുൾപൊട്ടിയെത്തിയ കല്ലുകളും മരത്തടികളും മാത്രം. ഇവയ്ക്കിടയിൽപ്പെട്ട് ഇല്ലാതായത് ഒട്ടേറെ പേരുടെ ജീവൻ. 30ഓളം മൃതദേഹങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് മാത്രം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് ഈ വാർത്തയുമായി അനുബന്ധമായി കാണുന്നത്. ചൂരൽമലയിലെ തിരച്ചിൽ ദൃശ്യം. ഈ ഫോട്ടോയ്ക്ക് കടപ്പാട് ഷമീർ മച്ചിങ്ങൽ. ഹൃദയം തൊടും നേരം. വയനാട് ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും PTIയും NANയും നമുക്ക് ഈ ദൃശ്യം ഇവിടെ പങ്കുവച്ചിരിക്കുന്നു. ചേർത്ത് പിടിച്ച് രാഹുലും പ്രിയങ്കയും. വിശദ വാർത്ത 4-ാം പേജിലുണ്ട്. അതിലേക്ക് വരാം. പ്രിയങ്ക ചേർത്ത് പിടിച്ചിരിക്കുന്ന യുടെ കരച്ചിൽ ഹൃദയഭേദകമാണ്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയോടൊപ്പം നിന്ന് പൊട്ടിക്കരയുന്ന ഒരു ആൺകുട്ടിയുടെ ഒരു ദൃശ്യവുമാണ് മാതൃഭൂമി നമുക്കായി പങ്കുവച്ചിരിക്കുന്നത്. ഉയരുന്നു മരണമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതുവരെ സ്ഥിരീകരിച്ചത് 189 എന്നാണ് മാതൃഭൂമി കണക്കിൽ കാണുന്നത്. കണ്ടെത്താൻ ബാക്കിയുള്ളവർ 425 400 കടന്നേക്കുമെന്ന് ഒരാശങ്കയും ഇതോടൊപ്പം പൊള്ളിക്കുന്ന കണക്കുകളുടെ ഉണ്ട്. കേരളം കണ്ട ദുരന്തത്തിന്റെ ബാക്കി പത്രമായി. താമസക്കാർ മുണ്ടക്കയിലുണ്ടായിരുന്നത് 2244 പേരാണ്. 270 വീടുകളിൽ അവശേഷിക്കുന്നത് 25-ൽ താഴെ മാത്രം ആളുകളാണ് ഇപ്പോഴെന്നാണ് വാർത്തകൾ. ചൂരൽമലയിൽ 1070, 526 വീടുകളിൽ അവശേഷിക്കുന്നത് 250-ൽ താഴെ മാത്രം ജനങ്ങൾ. അട്ടമലയിൽ 1170, 300 വീടുകളിൽ 50ഓളം വീടുകൾ തകർന്നു എന്ന് ഉള്ള വാർത്ത. ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവർ 2328, 4584 പേരെ ഈ ദുരന്തം നേരിട്ട് ബാധിച്ചു. 348 കെട്ടിടങ്ങൾ പാടെ തകർന്നു. 635 ഹെക്ടറോളം ഭൂമി ഒലിച്ചുപോയി. കൃഷി നഷ്ടം 21 കോടി. തേയിലത്തോട്ടങ്ങൾ 200 ഹെക്ടറാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കാപ്പിത്തോട്ടങ്ങൾ 100 ഹെക്ടർ. കുരുമുളക് 75 ഹെക്ടർ. മരണം ഇനിയും സ്ഥിരീകരിക്കാത്ത ഒരവസ്ഥ കാണുന്നുവെന്ന് AK ശ്രീജിത്ത് മേപ്പാടിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. രക്ഷാപ്രവർത്തനത്തിന് മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും വയനാട്ടിൽ മരണസംഖ്യ പിടിതരാതെ ഉയരുകയാണ്. കാണാതായവരെ കണ്ടെത്താനും ജീവൻ ബാക്കിയായവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഔദ്യോഗിക സംവിധാനങ്ങളും സന്നദ്ധ പ്രവർത്തകരും ഊണും ഉറക്കവും ഒഴിച്ച ദുരന്ത ഭൂമിയിലുണ്ട്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായി മാറിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 400 കടക്കുമെന്ന് ആശങ്ക. ആശ്വാസമേകി ബെയിലി പാലം. ഒറ്റപ്പെട്ട് കിടക്കുന്ന മുണ്ടക്കയിലേക്ക് എത്താനുള്ള ബെയിലി പാലം പ്രതിസന്ധികളെല്ലാം മറികടന്ന് ഉദ്ദേശിച്ച സമയത്ത് തന്നെ പൂർത്തിയാക്കിയത് വലിയ നേട്ടമായി. 26 മണിക്കൂർ കൊണ്ടാണ് 190 അടി പാലം സൈന്യം പണിതത്. 24 ടൺ ഭാരം താങ്ങാൻ ശേഷിയുള്ള പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ട് ബലമുറപ്പിച്ചു. മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇതുവഴി കൊണ്ടുപോകാൻ കഴിയുന്നതോടെ മുണ്ടക്കൈ, അട്ടമല, പുഞ്ചിരിവട്ടം എന്നിവിടങ്ങളിലെ തെരച്ചിൽ കൂടുതൽ ഊർജിതമാകും.
ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സൈന്യം നിർമ്മിക്കുന്ന പാലം സന്ദർശിച്ച ശേഷം സൈനികരോട് സംസാരിക്കുന്ന ദൃശ്യം മാതൃഭൂമി നമുക്കായി പങ്കുവച്ചിരിക്കുന്നു. 7 ജില്ലകളിൽ ഇന്നും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. കനത്ത മഴ തുടരുന്നതിനാൽ വയനാട്, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മല കയറി വന്നു മനുഷ്യത്വം എന്ന് അട്ടമലയിൽ നിന്നുള്ള റിപ്പോർട്ട്. ചൂരൽമലയിൽ നിന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാട് കയറിയപ്പോൾ ശാന്തയെയും 3 വയസ്സുള്ള കുഞ്ഞിനെയും കണ്ടു. അവശരായിരുന്നു അവർ. ഏറാട്ടുകൊണ്ട് ഊരിലാണ് ശാന്തയുടെ വീട്. ഉൾക്കാട്ടിലെ കുന്നിൻ മുകളിൽ ഭർത്താവ് കൃഷ്ണനും 3 കുഞ്ഞുങ്ങളുമുണ്ട്. അതറിഞ്ഞപ്പോൾ ഒന്നും ആലോചിച്ചില്ല. കാടും മലയും താണ്ടി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആ കുഞ്ഞുങ്ങളെ തെരഞ്ഞുപോയി രക്ഷിച്ചു. കല്ലറ്റ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആഷിഫ് കേളോത്ത്, മുണ്ടക്കയം സെക്ഷൻ ഓഫീസർ ജയചന്ദ്രൻ, കൽപ്പറ്റ റേഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കെ അനിൽകുമാർ, കൽപ്പറ്റ RRT അംഗം അനൂപ് തോമസ്, ഇവരാണ് മനുഷ്യത്വം മറന്നു പോവാത്ത ആ മനുഷ്യർ എന്ന് പറഞ്ഞുകൊണ്ട് ദൃശ്യം സഹിതം ദൈവമേ ഉള്ളിൽ തീ കോരിയിടുന്ന കാഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിലെ ഏറ്റവും ദുർഘടമായ മലമുകളിലെ പാറയ്ക്ക് മുകളിൽ വലിച്ചു കെട്ടിയ ഒരു ഷീറ്റിനു താഴെ അടുപ്പിന് ചൂടുപറ്റി 3 കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന ദൃശ്യം. മുറിഞ്ഞ ദേഹം, വസ്ത്രങ്ങളില്ലാതെ ചെളിപറ്റി പാറിപ്പറന്ന മുടിയുമായി 1, 2, 4 വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ നിറകണ്ണുകളോടെ അവരെ വാരിയെടുക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ. വാവ ഇത് കഴിച്ചോ, പേടിക്കണ്ടാട്ടോ എന്നുള്ള ടൈറ്റിലിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ദൃശ്യം സഹിതം കയ്യിൽ കരുതിയ വെള്ളം കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുകയായിരുന്നു. ആദ്യം ഉദ്യോഗസ്ഥരോട് ഒട്ടിച്ചേർന്ന് അവർ നിന്നു. അച്ഛൻ കൃഷ്ണനെ പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു പിന്നെയുള്ള പ്രയാസം. മലയടിവാരത്തിൽ അസുഖബാധിതരായി ഭാര്യ ശാന്തയും 3 വയസ്സുള്ള മകനും ഉണ്ടെന്ന് അറിയിച്ച ശേഷമാണ് മലയിറങ്ങാൻ കൃഷ്ണൻ ഒരുങ്ങിയത് എന്നുള്ള ആ ഒരു റിപ്പോർട്ട് ദൃശ്യം സഹിതം. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കയ്യിൽ കരുതിയ ബെഡ്ഷീറ്റ് വലിച്ചു കീറി 3ആയി പകുത്ത ഉദ്യോഗസ്ഥരായ അനൂപും അനിലും കുട്ടികളുടെ അച്ഛൻ കൃഷ്ണനും കുഞ്ഞുങ്ങളെ ശരീരത്തോട് ചേർത്തു കെട്ടി. കൽപ്പറ്റ റേഞ്ച് ഓഫീസർ ആഷിഫ് കൊളത്തും വാച്ചർ കണ്ണനും വഴിവെട്ടി മുന്നിൽ നടന്നു. പിന്നെ മലയിറക്കം. ആ ദൃശ്യവും ഇവിടെ കൊടുത്തിരിക്കുന്നു. ദുർഘട വഴി എന്ന ടൈറ്റിലിൽ അവരുടെ യാത്രകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രങ്ങൾക്ക് കടപ്പാട് നീനു മോഹൻ. ഇന്നലെ നമ്മൾ കേട്ട വൈറലായ ഏറ്റവും പ്രാധാന്യമുള്ള ഏറ്റവും സന്തോഷം തോന്നിയ വാർത്ത, വനത്തിൽ നിന്നും ഒരമ്മ രക്ഷപ്പെട്ട അമ്മ, ഒരു കൊമ്പൻ അവർക്ക് തുണയായതും കൊമ്പന്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകിയ ആ ഒരു രംഗവും. അത് മാത്രം മതി നമുക്ക് ഈ ലോകത്ത് ചിന്തിക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ. ആ ഒരു കൊമ്പൻ രാത്രിയിലുടനീളം അവർക്ക് ആ കൊമ്പന്റെ കാലിനടിയിൽ സുരക്ഷ നൽകി അവരവിടെ തളർന്നുറങ്ങി എന്ന് പറയുന്ന ആ ഒരു വാർത്ത നമ്മളെല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നു, വൈറലായിക്കൊണ്ടേയിരിക്കുന്നു. ആ ഒരു കൊമ്പന് മുന്നിൽ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ പ്രണമിക്കാനാണ് തോന്നുന്നത്. ആ വാർത്ത എന്നോടൊപ്പം ചേർത്ത് പറയാൻ ഈ പത്രത്തിൽ ഞാൻ കണ്ടില്ലെങ്കിലും അത് പറയാതെ ഈ വാർത്ത മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ് അതിലേക്ക് വന്നത്. തീർച്ചയായും എത്ര ഹൃദയഭേദകമായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിറച്ചും എല്ലാ വാർത്തകളും മാതൃഭൂമിയിലുള്ളതും എല്ലാ പത്രങ്ങളിലുള്ളതും ഈ ഒരു രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടതും ഈ സങ്കട വാർത്തകൾ മാത്രമാണ്. ഉപഗ്രഹ ചിത്രങ്ങൾ, വസ്തുതകൾ വിളിച്ചു പറയുമ്പോൾ എന്ന ടൈറ്റിലിൽ പ്രൊഫസർ സുനീർ PS നൽകുന്ന വസ്തുതാപരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇവിടെ കാണുന്നുണ്ട്. 2024 മുണ്ടക്കയിൽ നടന്ന ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിന്റെ ഉപഗ്രഹ ചിത്രം മുകളിൽ ദൃശ്യവൽക്കരിച്ചിട്ടുണ്ട്. അതേടുത്തു തന്നെ 84 നടന്ന ഉരുൾപൊട്ടലിന്റെ ശേഷിപ്പ് വ്യക്തമാക്കുന്ന ചിത്രം താഴെയും കൊടുത്തിരിക്കുന്നു. ISRO ഈ ചിത്രങ്ങൾക്ക് കടപ്പാട്. ISRO രക്ഷാകരം നീട്ടി മരവും ഫാനും എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള വാർത്ത. നാഷിബയുടെ 2 മക്കളും പനിച്ചു കിടക്കുകയായിരുന്നു. അവരെ നോക്കാനാണ് എഴുന്നേറ്റത്. പെട്ടെന്നാണ് ചെളിയും പാറക്കല്ലുകളും നിറഞ്ഞ വെള്ളം കുത്തിയൊലിച്ചെത്തിയത്. വെള്ളപ്പാച്ചിലിൽ കുടുങ്ങി പുറത്തേക്ക് തെറിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മൂത്ത മകൾ ഫാത്തിമ നൗറിനൊപ്പം നൗഷിബ ഇരിക്കുന്ന വിവരണങ്ങൾ നൽകുന്ന ഒരു ദൃശ്യം ഇവിടെ കൊടുത്തിരിക്കുന്നു. കുഞ്ഞുവാവ കാത്തു എന്ന ടൈറ്റിലിൽ മറ്റൊരു വാർത്താ ചിത്രം സഹിതം. ചൂരൽമലയിലെ ഏറാടൻ ഉസ്മാൻ ഇപ്പോഴും കരുതുന്നത് മകളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞുവാവ കാരണമാണ് താനും കുടുംബവും ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നതെന്നാണ്. 8 മാസം ഗർഭിണിയായ മകളുടെ സുരക്ഷ കരുതിയാണ് ഉസ്മാനും കുടുംബവും ഉരുൾപൊട്ടലിന് മണിക്കൂറുകൾക്ക് മുൻപ് വീടൊഴിഞ്ഞു പോയത്. ഉയരകന്ന് ഉടൽ തകർന്ന് എന്ന ടൈറ്റിലിൽ മേപ്പാടി പൊതുജനാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച മൃതദേഹങ്ങളിൽ 9 എണ്ണം ശരീരഭാഗങ്ങൾ മാത്രമായിട്ടുള്ളത് എന്ന് പറഞ്ഞ് ചിത്രസഹിതമുള്ള റിപ്പോർട്ട്. ദുരന്തത്തിന് മുന്നിൽ കരയാൻ പോലും ആകാതെ സനൂജയും മകൻ മുഹമ്മദ് ഷഫീഖും ക്യാമ്പിൽ നിൽക്കുന്ന ഒരു ദൃശ്യം.
പുതുങ്കോടൻ വീടെന്ന വിലാസം പറയാൻ ഇനി സനൂജ മാത്രമേയുള്ളൂ. അത് അവൾക്കറിയാം. പക്ഷേ ഒന്ന് കരയാൻ പോലും ആകുന്നില്ല. മകൻ 5 വയസ്സുകാരൻ മുഹമ്മദ് ഷെഫീഖ് ദുരന്തത്തിന്റെ ആഘാതമൊന്നും അറിയാതെ ഒപ്പമുണ്ട്. മുൻപിലുള്ളവരെ ആരെയും കാണാതെ സമാശ്വാസ വാക്കുകൾ കേൾക്കാതെ അവൾ ദുരന്തമേൽപ്പിച്ച ആഘാതത്തിലാണ്. വയനാടിന് ചുവപ്പ് ജാഗ്രത നൽകിയത് 30-ന് പുലർച്ചെയെന്ന് IMD. ആ വാർത്ത നമ്മൾ കേട്ടുകഴിഞ്ഞു. ഓഗസ്റ്റിലും സെപ്റ്റംബറിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയെന്നുള്ള ഒരു ആശങ്ക നിറഞ്ഞ ഒരു കാലാവസ്ഥാ പ്രവചനം ഇവിടെ കാണുന്നുണ്ട്. മിടിപ്പുകൾ ബാക്കിയുണ്ടോ എന്ന ടൈറ്റിലിൽ പുഞ്ചിരിമട്ടത്ത് തകർന്ന വീടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ തെരച്ചിൽ നടത്തുന്ന സൈനികരുടെ ദൃശ്യം. ശ്രീഹരിയെ തനിച്ചാക്കി കൂട്ടുകാരനും കുടുംബവും മറഞ്ഞു എന്ന് ശ്രീഹരി മാതാപിതാക്കളായ ശ്രീജിത്തിനും ഷിജയ്ക്കുമൊപ്പം ആശുപത്രിയിൽ ഇരിക്കുന്ന ദൃശ്യം നവീൻ മോഹൻ മേപ്പാടിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. കോളേജിൽ ഒന്നിച്ച് പഠിക്കുന്ന ഉറ്റ ചങ്ങാതിമാർ, ഒരേ മുറിയിൽ താമസം, അങ്ങനെയുള്ള കൂട്ടുകാരന്റെ നാട് കാണാൻ ആദ്യമായി മുണ്ടക്കയിൽ എത്തിയതായിരുന്നു ശ്രീഹരി. എന്നാൽ സാക്ഷിയാകേണ്ടി വന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന്. ഒഴുകിപ്പോയ ശ്രീഹരി അതിസാഹസമായി ജീവിതത്തിലേക്ക് തിരിച്ചു കയറിയെങ്കിലും കൂട്ടുകാരൻ ശരണിനെയും 5 അംഗ കുടുംബത്തെയും കുറിച്ച് ഇപ്പോഴും ഒരു വിവരമില്ല. മാഞ്ഞുപോയത് 3 സഹോദരന്മാരും കുടുംബവും. കുടുംബത്തിലെ 9 പേർ മരിച്ച വേദനയിൽ സഹോദരിമാർ കുടുംബത്തിലെ 9 പേരെ നഷ്ടപ്പെട്ട വിവരമറിഞ്ഞ് കരയുന്ന സരോജിനിയെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഹൃദയഭേദകമായ സങ്കട വാർത്തകൾ മാത്രമാണ് നമുക്കിവിടെ പങ്കുവെക്കാൻ സാധിക്കുന്നത്. ഇനിയെങ്കിലും അവിടെ സമാധാന അന്തരീക്ഷം ഉണ്ടാകട്ടെ, കലാമിറ്റികൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാൻ പറ്റുന്ന നിമിഷങ്ങൾ. അഭയം എവിടെയെന്ന ടൈറ്റിലിൽ ഇനി ഈ മണ്ണിലേക്ക് തിരികെയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാടിയിൽ താമസിച്ച 4 അതിഥി തൊഴിലാളികളും മരിച്ചു എന്ന അവരുടെ ഒരു ഫയൽ ചിത്രം സഹിതമുള്ള ഏറ്റവും സങ്കടകരമായ വാർത്ത മേപ്പാടിയിൽ നിന്നും. മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ബന്ധുക്കൾ നഷ്ടപ്പെട്ട സുമിത്രയെ ആശ്വസിപ്പിക്കുന്നതിനിടെ കരയുന്ന സന്നദ്ധ പ്രവർത്തകയുടെ ദൃശ്യം KK സന്തോഷ് നമുക്കായി പങ്കുവച്ചിട്ടുണ്ട്. അവശിഷ്ടങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങുന്ന രക്ഷാപ്രവർത്തകന്റെ ദൃശ്യം ഇവിടെ കാണുന്നു. ഒപ്പം ചൂരൽമലയിലേക്ക് എത്തുന്ന കോൺഗ്രസ് നേതാക്കളായ പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ദൃശ്യവും ചേർത്തു പിടിച്ച് രാഹുലും പ്രിയങ്കയും എന്ന ടൈറ്റിലിൽ ദുരന്തം കരിനിഴൽ വീഴ്ത്തിയ ജീവിതങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സഹോദരിയും AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിയും വ്യാഴാഴ്ച മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയാണ് അവർ അന്തേവാസികളെ ആശ്വസിപ്പിച്ചത്. ചൂരൽമല സ്കൂൾ റോഡ് നിവാസിയായ ബേബിയുടെ സങ്കടം കണ്ട രാഹുൽ ആരും സങ്കടപ്പെടേണ്ടെന്നും ഓരോരുത്തർക്കും വേണ്ട പുതിയ വീടടക്കം എല്ലാം വൈകാതെ നൽകാൻ വേണ്ടത് ചെയ്യുമെന്നും പറഞ്ഞു. പ്രിയങ്ക ഗാന്ധി അമ്മമാരോടും സ്ത്രീകളോടും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അവൻ കുരച്ചു. കണ്ടെത്തിയത് ജീവനറ്റവരെ എന്ന ടൈറ്റിലിൽ മണ്ണിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തകർ ശ്രമിക്കുന്നതിനിടെയാണ് ഒരു നായ നിർത്താതെ കുരയ്ക്കുന്നത് അവർ കേട്ടത്. അടുത്തേക്ക് ചെന്നപ്പോൾ കുരച്ചു ചാടി, പിന്നെ ഒന്ന് ഒതുങ്ങി നിന്നു. ഉടൻ തന്നെ രക്ഷാപ്രവർത്തകർ ഹിറ്റാച്ചി ഉപയോഗിച്ച് ആ ഭാഗത്തെ മണ്ണ് നീക്കിയപ്പോൾ 14 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെയും ഒരു യുവതിയുടെയും മൃതദേഹമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. തന്റെ പ്രിയപ്പെട്ടവർ ആ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന് അവൻ തന്നാലാവും വിധം രക്ഷാപ്രവർത്തകരെ അറിയിക്കുകയായിരുന്നു. കൊമ്പനൊപ്പം നായ്ക്കളും ഇതുപോലെയുള്ള അവരുടെ സ്നേഹം, കറതീരാത്ത സ്നേഹം, മിണ്ടാപ്രാണികളുടെ കറതീരാത്ത സ്നേഹത്തിന് ഉത്തമ ഉദാഹരണങ്ങൾ നമ്മൾ ധാരാളമായി കേൾക്കുന്നു. കരൾ പിളരും നേരം എന്ന ടൈറ്റിലിൽ ഞാനിപ്പോൾ മെൻഷൻ ചെയ്ത വാർത്ത കൊമ്പൻ അന്നേരം അനങ്ങാതെ നിന്നു എന്ന ടൈറ്റിലിൽ വളരെ വിശദമായിട്ടാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവന്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞു. ഒരു പക്ഷേ തോന്നിയതാവാമെന്നും ബ്രാക്കറ്റിൽ കാണുന്നു. അതിന്റെ കാലിന്റെ ചുവട്ടിൽ ഞാനും കൊച്ചുമകളും ഇരുന്നു. നേരം വെളുക്കും വരെ അനങ്ങാതെ അവൻ നിന്നു തന്നു. അപ്പുറത്ത് വേറെയും 2 കാട്ടാനകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുള്ള ഈ ഒരു നേരനുഭവം വലിയ ദുരന്തത്തിൽ നിന്നാണ് വരുന്നത്. നീ ഞങ്ങളെ ഒന്നും കാണിക്കല്ലേ, പേടിയാണ്, വെളിച്ചമില്ല, ചുറ്റിലും വെള്ളമാണ്, എങ്ങനെയോ നീന്തിക്കയറി എത്തിയതാണ്, നീ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ എന്നുള്ള ആ ഒരു അപേക്ഷ പെരുമഴയത്ത് കാപ്പിക്കാടിന് നടുവിലൂടെ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ മുന്നിൽപ്പെട്ട വലിയ കൊമ്പനാനയോട് ചൂരൽമല അന്വേഷച്ചിലയിൽ സുജാത ഉള്ളുരുകി കരഞ്ഞു പറഞ്ഞു. അപ്പോൾ അവന്റെ 2 കണ്ണും നിറഞ്ഞു. ഒരു പക്ഷേ തോന്നിയതാകാമെന്ന് വീണ്ടും കൊടുത്തിട്ടുണ്ട്. അതിന്റെ തീർച്ചയായും തോന്നിയതാവില്ല. അത്രയ്ക്കും കരുണയുള്ളവരാണ് മൃഗങ്ങൾ, അത്രയ്ക്കും സ്നേഹവും നന്ദിയുമുള്ളവരാണ് മൃഗങ്ങൾ. അതിന്റെ കാലിന്റെ ചുവട്ടിൽ ഞാനും കൊച്ചുമകളും ഇരുന്നു. നേരം വെളുക്കും വരെ അനങ്ങാതെ അവർ നിന്നു തന്നു. അപ്പുറത്ത് വേറെയും 2 കാട്ടാനകൾ ഉണ്ടായിരുന്നു. ഉരുൾപൊട്ടി എല്ലാം ഒഴുകിപ്പോയ രാത്രിയിൽ എങ്ങനെ രക്ഷപ്പെടുന്നു എന്ന് ആലോചിക്കുമ്പോൾ സുജാതയ്ക്ക് ഇപ്പോഴും രക്ഷപ്പെട്ടുവെന്ന് ഓർക്കുമ്പോൾ ഉള്ളു കിടുങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏതു ദൈവമാണ് രക്ഷിച്ചത് എന്നറിയില്ല എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അടർന്നു വീഴുന്ന
വീടിനുള്ളിൽ നിന്ന് മലവെള്ളപ്പാച്ചിലിലൂടെ പേരക്കുട്ടിയെ ചേർത്ത് പിടിച്ച് കരപറ്റിയ രാത്രിയുടെ ഭീതി അത്രയും അവരുടെ മുഖത്തും വാക്കുകളിലും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ദൃശ്യവൽക്കരണമായിട്ടാണ് ഈ ഒരു സമാധാന വാർത്ത, അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ, ഏറ്റവും ആശ്വാസം നൽകുന്ന ആ ഒരു വാർത്ത, അനുകരണീയമായ ആ ഒരു സ്നേഹത്തിന്റെ വാർത്ത വളരെ അഭിമാനത്തോടെ ഇവിടെ വായിക്കുന്നു.